ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നിതീഷ് കുമാറിനെ തകർക്കാൻ വേണ്ടി 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ അങ്ങോളം ഇങ്ങോളം ഓടി നടന്ന് ചിരാഗ് പാസ്വാന്റെ കൃത്യമായ ഇക്വേഷൻ ഉണ്ടായിരുന്നു. അവിടെ BJP നേതാക്കളെ ആരെയും തോൽപ്പിക്കില്ല, എന്നാൽ ഐക്യ ജനതാദൾ നേതാക്കളെ പലരെയും തോൽപ്പിക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടിയുള്ള ശ്രമമായിരുന്നു എല്ലായിടത്തും നടത്തിയത്. എന്നാൽ ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ലോക്സഭയിൽ നിന്നും ജയിക്കുകയും ലോക്സഭയുടെ MP ആയി മാറുകയും ചെയ്തു. ഹജിപൂരിൽ നിന്നാണ് വിജയിച്ചത്. ഹജിപൂരിൽ നിന്നും വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തെ നരേന്ദ്രമോദിയുടെ ക്യാബിനറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്നാൽ ചിരാഗ് പാസ്വാനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വേരുറപ്പിക്കാൻ കഴിയില്ല. അതായത് ലോക്സഭയിൽ 6 സീറ്റ് കിട്ടിയെങ്കിലും നിയമസഭയിൽ 2 സീറ്റ് തികച്ച് ലഭിക്കാൻ LJPയെ കൊണ്ട് കഴിയാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വളരെ വിശാലമായി കിടക്കുന്ന ഒരു പാറ്റേൺ ആണ്. അവിടെ RJDയും ഐക്യ ജനതാദളും കൊമ്പ് കോർത്താൽ ഐക്യ ജനതാദളിനെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് RJD 2015-ലും 2020-ലും 9-ലധികം സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ടുള്ളത്. ഇക്കുറി ആ ഇക്വേഷനിൽ വലിയ മാറ്റമൊന്നും കാണില്ല എന്ന വിശ്വാസത്തിലാണ്. എന്നാൽ അട്ടിമറി എല്ലാവരുടെയും കണ്ണ്. എല്ലാ ശത്രുതയും മറന്ന് NDA ഒറ്റക്കെട്ടായി ഏക് ഹേ തോ സേഫ് ഹേ എന്ന മഹാരാഷ്ട്രയുടെ ആ മുദ്രാവാക്യം കോപ്പിയടിച്ച് ബീഹാറിലും കേവല ഭൂരിപക്ഷത്തോടു കൂടി വൻ അട്ടിമറി നടത്തി അധികാരത്തിലെത്താം കരുതലാണ് ഇപ്പോൾ എല്ലാവർക്കുമുള്ളത്. എന്നാൽ ആ കരുതലിനെ മൂളോടെ പൊളിച്ചിരിക്കുന്നു നിതീഷ് കുമാർ. പഴയതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങൾ മത്സരിച്ചത് 115ഓളം സീറ്റുകളിലായിരുന്നു. BJPയേക്കാൾ കൂടുതൽ സീറ്റിൽ ഞങ്ങൾ മത്സരിച്ചിട്ടും ഞങ്ങൾക്ക് 43 MLA-മാരെ മാത്രമേ ലഭിച്ചുള്ളൂ. പല സീറ്റുകളിൽ പരാജയപ്പെടുത്താൻ ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിന് കഴിഞ്ഞു എന്നത് ഞങ്ങൾ ഒരിക്കലും മറക്കില്ല എന്ന് കുമാർ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. നിതീഷ് കുമാറിന്റെ വാക്കുകൾ ചിരാഗ് പാസ്വാന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടഞ്ഞിരിക്കും. കാരണം ചിരാഗ് പാസ്വാന്റെ രാഷ്ട്രീയ നേട്ടം നേടിയെടുക്കാൻ ലോക്സഭയ്ക്ക് അപ്പുറത്തേക്ക് കഴിയില്ല എന്ന ഒരു താക്കീത് കൂടിയാണ് നിതീഷ് നൽകുന്നത്. ലോക്സഭയിൽ NDA എന്നതിൻ്റെ മുന്നണി മര്യാദ ഞങ്ങൾ പാലിച്ചു, എന്നാൽ നിയമസഭയിൽ ഞങ്ങളുടെ സീറ്റ് തട്ടിയെടുക്കാം എന്നിനി വ്യാമോഹിക്കേണ്ട. BJPക്ക് വേണ്ടി ഉഴലൂതുകയും ഞങ്ങളെ നശിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിരാഗ് ഇതുവരെയും കളിച്ചതെങ്കിൽ ആ രാഷ്ട്രീയ കളിക്ക് ഞങ്ങൾ മറുപടി പറഞ്ഞിരിക്കും എന്ന് ഐക്യ ജനതാദൾ ഒറ്റക്കെട്ടായി പറയുന്നു.